മീൻസ് അവിടെ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് അങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. പല ഫേമിലും ഇതുപോലെ എൻക്വയറീസ് ചെയ്ത് അവരായിട്ട് സംസാരിക്കുന്നു എന്നുള്ള ഒരു റെസ്പോൺസ് നമുക്ക് അത്രത്തോളം പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നില്ല. പിന്നെയാണ് നമ്മൾ അർബൻ ലീഫിൻ്റെ ഇതുപോലെ വീഡിയോ കാണാനും നമ്മൾ വിളിച്ചു നോക്കിയതും 100% ട്രസ്റ്റ് വന്നത്. അന്നത്തെ ഒരു മീറ്റിങ്ങിൽ 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ഡിസ്കഷൻ ആദ്യമായിട്ട് വെച്ചിരുന്നു. എവിടെ വെച്ചാൽ നമ്മൾ മീൻസ് ലേറ്റ് നൈറ്റ് ഒരു 10 മണിക്ക് ശേഷമാണെന്നുണ്ട് കോഫി ഷോപ്പിൽ. പിന്നെ ആദ്യ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല. നമുക്കിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എന്തും ചോദിക്കാം, അതിനുള്ള ആൻസേഴ്സ് അതിടയിലും ഉണ്ടാവും. നമ്മളുടെ ആ ഒരു ഡ്രീം ഹോം കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻഫോർമേഷൻസും അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എൻ്റെ പേര് ശ്രീകാന്ത്, എൻ്റെ വൈഫ് മേഘ്ന, നമ്മൾ കൊടുങ്ങല്ലൂരാണ്. കുറേ കാലമായിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വീഡിയോസ് കാണുമായിരുന്നു. പിന്നെ അതുപോലെ കുറേ റീൽസ് കാണും. അങ്ങനെയാണ് നമ്മൾ അർബൻ ലീഫിലേക്ക് എത്തിയത്. അതിനു മുന്നേ നമ്മൾ പലരെയും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല ഫേമിലും ഇതുപോലെ എൻക്വയറീസ് ചെയ്ത് നമ്മൾ വിളിക്കും, അവരായിട്ട് സംസാരിക്കുന്നു എന്നുള്ള ഒരു റെസ്പോൺസ് നമുക്ക് അത്രത്തോളം പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നില്ല. മീൻസ് നമ്മളുടെ നീഡ്സ് എന്താണെന്ന് കറക്റ്റായിട്ടുള്ള അത് അവർ എടുക്കുന്നുണ്ടോ, മീൻസ് അവിടെ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് അങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെയാണ് നമ്മൾ അർബൻ ലീഫിൻ്റെ ഇതുപോലെ വീഡിയോ കാണാനും നമ്മൾ വിളിച്ചു നോക്കിയതും. വിളിച്ചിട്ട് ബ്ലെസ്സിയാണ് എടുത്തത്. ബ്ലെസ്സി എടുത്തു. നമുക്ക് ആദ്യത്തെ ഒരു നമുക്ക് ഭയങ്കര ഇതായിരുന്നു, ഇമ്പ്രസ്ഡ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇവിടെ അർബൻ ലീഫിൽ വന്ന് ആദ്യം കണ്ടു. പിന്നെ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ആദ്യയുടെ മെയിൻ ക്വാളിറ്റി മീൻസ് നിങ്ങൾ വീഡിയോ വെക്കുമ്പോൾ നമ്മുടെ നീഡ്സ്, നമ്മുടെ ഡെയിലി റുട്ടീൻ, നിങ്ങൾ ചെയ്യുന്നത് എന്താ, നിങ്ങൾക്ക് എന്താ ശരിക്കും, എന്തൊക്കെ അത്യാവശ്യമാണ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങളൊരു വീട്ടിൽ നിന്ന് വേണ്ടത്, അതായത് നിങ്ങൾക്ക് വീഡിയോ വയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്. അങ്ങനെ ആ ഒരു സംഭാഷണം എത്രയോ മീൻസ് 3 മണിക്കൂറാണെന്നുണ്ട്. അത്രയും ആ ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു ടൈം ഇതിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അന്ന് തന്നെ നമ്മളത് ഡിസൈഡ് ചെയ്തു, ഇനി നമ്മൾ അർബൻ ലീഫിലാണ്. നമുക്കത് വേറെ പോയിട്ടില്ല. പിന്നെ വേറെ ഇത് മാത്രം നമ്മൾ ഫോൺ വഴിയുള്ള എൻക്വയറി മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ ഇവിടെയാണ് ആദ്യമായിട്ട് വരുന്നത് അർബൻ ലൈഫിൽ. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ഡിസ്കഷൻ ആദ്യമായിട്ട് വെച്ചിരുന്നു. അതും ഏകദേശം എറണാകുളത്ത് എവിടെ വെച്ചാൽ നമ്മൾ മീൻസ് ലേറ്റ് നൈറ്റ് ഒരു 10 മണിക്ക് ശേഷമാണെന്നുണ്ട് കോഫി ഷോപ്പിൽ. ഏകദേശം നമ്മളൊരു 9-8 മണിയൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ലേറ്റായി, പുള്ളി പ്രോപ്പറായിട്ട് എത്തിയായിരുന്നു. അന്ന് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 മണിയോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. 1:30. അന്ന് പോയപ്പോഴാണ് നമ്മൾ പിന്നെ അത് കൺഫേം ചെയ്തു. 100% ട്രസ്റ്റ് വന്നത്. അന്നത്തെ ഒരു മീറ്റിങ്ങിൽ 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള നെക്സ്റ്റ് പ്രോസസ്സിൽ തുടങ്ങി. പിന്നെ എൻ്റെ മെയിൻ നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത് പുള്ളി സ്ട്രക്ചേർഡാണ് മൊത്തത്തിൽ. കാരണം ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്സ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പർ ഡോക്യുമെൻറ്റ്സാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ എലിവേഷൻ്റെ ആണെങ്കിലും പ്ലാൻ്റെ ആണെങ്കിലും എത്ര വട്ടം വേണമെങ്കിലും അത് റീവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു മടിയും ഇല്ലാണ്ട് ചെയ്തിരുന്നു. നമ്മൾ പലവട്ടം നമ്മൾ തന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തിരുന്നു. പിന്നെ നമ്മളിതിൽ മെയിൻലി നമ്മളുടെ ബഡ്ജറ്റ് വെച്ചിട്ടാണ് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഇത് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മളുടെ ബഡ്ജറ്റിനുള്ളിൽ നമ്മളുടെ ആ ഒരു ഡ്രീം ഹോം കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻഫോർമേഷൻസും അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല. നമുക്കിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എന്തും ചോദിക്കാം, അതിനുള്ള ആൻസേഴ്സ് അതിടയിലും ഉണ്ടാവും. പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ആയിരിക്കില്ല പറഞ്ഞു തരുന്നത്. റിയൽ ലൈഫിലെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ആദ്യത് പറഞ്ഞു തന്നെ നമുക്ക് മനസ്സിലാക്കാനും ഭയങ്കര ഈസിയാണ്. പിന്നെ നല്ലൊരു ഫ്രണ്ട്ലി നേച്ചറാണ്. നമുക്ക് ആ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് കൊടുക്കാനും ഒക്കെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ളൊരു അപ്രോച്ചാണ് എൻ്റെ ടീമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.
പിന്നെയുള്ളതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ലെവൽ ഭയങ്കര ഓപ്പണാണ്. ഒരാളെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ആളെ വിളിച്ചാലും അതൊരു ഗ്രൂപ്പിലായിരുന്നെങ്കിലും അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. നമുക്കിപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻസിനെന്നും അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയിരുന്നു. പിന്നെ ഡൗട്ട്സിനൊക്കെ എല്ലാ ക്ലിയറൻസും കിട്ടിയിരുന്നു.